കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച നേദ്യ രാജേഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ സഹപാഠികളും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു. അപകട കാരണം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതെന്ന ഡ്രൈവറുടെ വാദം തെറ്റെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. ഡ്രൈവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ഒരു വട്ടം കൂടി നേദ്യ ആ പള്ളിക്കൂടത്തിന്റെ പടി കടന്നെത്തി. ഇത്തവണ കൂട്ടിന് കളിച്ചിരികളും പാഠപുസ്തകങ്ങളും ഉണ്ടായിരുന്നില്ല. ക്ലാസ് മുറിയിൽ നിശ്ചലയായി കിടന്ന അവൾക്ക് മുന്നിൽ സങ്കടക്കടലായി സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും. ചൊർക്കള നാഗത്തെ വീട്ടിലും നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് മഞ്ചാലിലെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന ഡ്രൈവറുടെ വാദം ശരിയല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിന് കാരണമാകുന്ന മെക്കാനിക്കൽ തകരാറുകളൊന്നും വാഹനത്തിനില്ലെന്നാണ് കണ്ടെത്തൽ. ബ്രേക്കിന് തകരാറില്ല എന്ന് ഇന്നലെ പരിശോധിച്ചവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധ്യതയില്ല. അത് കൃത്യമായിട്ട് വാഹനത്തിന് ബ്രേക്ക് ഉണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക ടെക്നിക്കൽ സംഘം അപകടത്തിൽപ്പെട്ട ബസ് വിശദമായി പരിശോധിക്കും. 2 ദിവസത്തിനുള്ളിൽ RTOയ്ക്ക് റിപ്പോർട്ട് കൈമാറും. അപകട സമയത്ത് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.